അതിനെ സംബന്ധിച്ച് എൻ്റെ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ട്, അത് മതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കേരളം. ഇരു മുന്നണികളും വലിയ ഒരു പ്രചാരണ പ്രവർത്തനത്തിലാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളും ഈ വിവിധ ജില്ലകളിൽ ആരംഭിച്ചിട്ടുണ്ട്. സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PM സലാം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ്. അതിനൊരു വിജ്ഞാപനം ഉടൻ പുറത്തു വരും. ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. എങ്ങനെയാണ് ലീഗിൻ്റെ ഒരുക്കങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ നേരത്തെ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും മുസ്ലിം ലീഗ് അതിൻ്റെ ഒരുക്കങ്ങൾ മറ്റേതൊരു പാർട്ടിയേക്കാളും ആദ്യത്തിൽ ആരംഭിക്കാറുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ ജില്ലകളിൽ വിളിച്ചു, ജില്ലാ നേതാക്കന്മാർക്ക് വിവരങ്ങൾ കൈമാറി, അവർ മണ്ഡലം വിളിച്ചു, പിന്നീട് പഞ്ചായത്ത് മുനിസിപ്പൽ വിളിച്ചു. അങ്ങനെ താഴെ ബൂത്ത് തലം വരെ, വാർഡ് തലം വരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സിസ്റ്റമാറ്റിക്കായി പോയി. എല്ലായിടത്തും മലപ്പുറം ജില്ലയിലൊക്കെ ഓരോ വാർഡിൽ നിന്നും 5 പേരെ പ്രത്യേകം കേഡർമാരായി തിരഞ്ഞെടുത്തിട്ട് പ്രവർത്തനത്തിൻ്റെ മേൽനോട്ടവും ചുമതലയും അവർക്ക് നൽകി. ആ കേഡർമാരുടെ യോഗം വിളിച്ച് അവർക്ക് പരിശീലനം നൽകി. അതെല്ലാ ജില്ലകളിലും ഇത് നടന്നുകൊണ്ടിരുന്നു. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും വോട്ടർ രജിസ്ട്രേഷനിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ വളരെ സജീവമായി മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. വാർഡ് ഡീലിമിറ്റേഷൻ രംഗത്ത് നന്നായി ഞങ്ങൾ ഇടപെട്ടിരുന്നു. ഗവൺമെൻറ് അവരുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ നോക്കിയെന്നുള്ളത് ശരിയാണ്. എന്നാൽ പോലും ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് സജ്ജാണ്, അണികൾ സജ്ജാണ്. UDFുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലീഗും കോൺഗ്രസും തമ്മിൽ ചിലയിടങ്ങളിലൊക്കെ ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് ഈ നേതൃത്വം ഇടപെട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമോ? എങ്ങനെയാണ്? തീർച്ചയായും. കാരണം വിവിധ സംഘടനകൾ ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയാകുമ്പോൾ സ്വാഭാവികമായും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അത് നേതൃത്വം യഥാസമയം ഇടപെട്ട് തർക്കം പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഈ പൊന്മുണ്ടം പോലത്തെ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ലീഗും കോൺഗ്രസും തനിച്ച് മത്സരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇല്ല, പരമാവധി സഹകരിച്ച് പോകാനുള്ള മാർഗങ്ങൾ എന്താണോ അതൊക്കെ മുസ്ലിം ലീഗ് ചെയ്യും. കാരണം UDFും അതിനുള്ള UDF നേതൃത്വവും ആ ചിന്തയിലാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം SIR നടപ്പിലാക്കുമെന്ന് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇന്നിപ്പോൾ BLMR അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച് വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരു ആശങ്കയുണ്ടോ സംബന്ധിച്ചിടത്തോളം? അല്ല, SIRനെ ഞങ്ങൾ എതിർക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിൽ നിയമസഭ ഐക്യകണ്ഠേനയാണ് അതിനെ പ്രമേയം പാസ്സാക്കിയത്. അവസാനം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി ഇത് എന്നുകൂടി ഞങ്ങൾ പറഞ്ഞിട്ടും കേരള ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഒരുമിച്ചാണ് നടക്കാൻ പോകുന്നത്. BLOമാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും. അവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പണികൾ ചെയ്യണം, അതോടൊപ്പം SIRൻ്റെ പണികളും ചെയ്യണം. അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്ത് കഴിയാൻ തീരുമോ എല്ലാം ഒരു മാസം, നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ. ഏതായിരുന്നാലും അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയ സ്ഥിതിക്ക് മുഴുവൻ ആളുകളെയും അർഹരായ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ചേർക്കാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ പ്രയത്നിക്കും, ശ്രമിക്കും. അതിനുള്ള സന്നാഹങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രവാസികളെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. SIR നടപ്പിലാക്കുമ്പോൾ പലരും വിദേശത്താവും. ഈ ഒരു കാലയളവിൽ നടപ്പിലാക്കാനൊരു സാഹചര്യം അവർക്കുണ്ടാകാത്തൊരു ഘട്ടം വരും. അതിനെങ്ങനെയാണ് ലീഗ്? അല്ല, അത് പ്രവാസികളെ വോട്ടവകാശം ഉറപ്പുവരുത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ മുസ്ലിം ലീഗ് ബദ്ധശ്രമമാണ്. നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം SIRനെ കുറിച്ച് ആലോചിക്കാൻ നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ മുസ്ലിം ലീഗ് പ്രവാസികളുടെ പ്രശ്നം പ്രത്യേകം ഉന്നയിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ കൂടിയാണ്. എത്രത്തോളമുണ്ട് UDFിൻ്റെ ഒരു പ്രതീക്ഷ? നല്ല പ്രതീക്ഷയുള്ളൂ. കാരണം ഈ ഗവൺമെൻറ് അധികാര തുടർച്ചയിൽ വന്ന ശേഷം നടന്ന എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDFിന് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് തുടരും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എന്ന ഉറച്ച വിശ്വാസം UDFിനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്കെതിരെ തങ്ങൾ നടത്തിയ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അത് മറ്റുള്ളൊരു വലിയ വിമർശനം അല്ലെങ്കിൽ അധിക്ഷേപമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു? അതിനെ സംബന്ധിച്ച് എൻ്റെ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊന്നും പ്രതികരിക്കുന്നില്ല. മാപ്പ് പറയണമെന്നാണ് CPM പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ട്, അത് മതി. ഇത് തന്നെയാണ് PM സലാം പറയുന്നത്. ലീഗ് അതിൻ്റെ ഒരുക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ഉടൻ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളടക്കം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് സലാം പറയുന്നത്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, മലപ്പുറം.